നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ ഇന്ന് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് നമ്മുടെ സാബുമാനാണ്. മറ്റു രണ്ടുപേരെയും പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ മത്സരത്തിൽ ജയിച്ചുകൊണ്ട് ആര്യനെയും അനുമോളെയും തോപ്പിച്ചുകൊണ്ട് സാബുമോൻ ഇന്ന് ക്യാപ്റ്റൻ ആയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് ചിരിക്കാനുള്ള എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരുപാട് തഗ്ഗുകൾ, ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് തഗ്ഗുകൾ ഈ പറയുന്ന അനുമോളുടെയും നമ്മുടെ ആര്യന്റെയും കോംബോയിൽ നിന്നുണ്ടായി. ഒരുപാട് തഗ്ഗുകൾ ഈ പറയുന്ന അനുമോളുടെ വായിൽ നിന്ന് വീണു. എനിക്ക് കുറെയൊക്കെ കണ്ട് നമ്മൾ ചിരിച്ചു. എന്നാൽ ഈ ഗർഭിണിയാണോ, നീ ഇപ്പൊ പെറുവാടാ, നീ ട്രൗസർ ഇടും പക്ഷെ അതിന്റെ അകത്തൊന്നും ഇടൂല എന്നൊക്കെ പറഞ്ഞു. അതിൽ ആര്യന്റെ അടുത്ത് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പിന്നീട് ആര്യൻ പറയുന്നുണ്ട്, നീ എന്റെ കുളിസീൽ നിനക്ക് കാണണം ചോദിക്കുമ്പോൾ എന്റെ കുളിസീൽ കാണുന്നത് 28 കെട്ട് കാണുന്നത് എല്ലാം ഒരുപോലെ അങ്ങനെ പറയുന്ന കുറെ തക്കുകളുണ്ട്. ഇന്ന് കുറെ ചിരിക്കാനുള്ള കുറെ സംഭവങ്ങൾ ഞാൻ കണ്ടു. നമ്മുടെ വീട്ടുകാരൊക്കെ മൊത്തം കണ്ട് ചിരിയായിരുന്നു. പലരെ വായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തു പറയാനുള്ളത്. ഇനി ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് പറയുന്നത്, നമുക്ക് പിടിവല്ലി എന്ന് പറയുന്ന ക്യാപ്റ്റൻസി ടാസ്കാണ് കൊടുത്തത്. 3 പേരും എന്ത് ചെയ്യണം, ഒരു കയർ കൊടുക്കും, 3 മാർക്ക് ഉണ്ടാവും, അതിൽ പിടിച്ചുകൊണ്ടിരിക്കണം, പിടിവിടാൻ പാടില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് വെച്ച് എന്ത് ചെയ്തു, പിന്നെ അനുമോള് ബാത്റൂമിൽ പോകുന്നു, പാന്റ് മാറ്റുന്നു, പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലേക്ക് എന്താണ് ഈ പറയുന്ന നെവിൻ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അനുമോളെ ഇപ്പൊ കണ്ണെടുത്താൽ കണ്ടുകൂടെ. നെവിൻ, ഷാനവാസ് ഈ 2 പേർക്ക് അവരെ ആരെങ്കിലും പ്രത്യേകിച്ച് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അത് പിടിക്കത്തില്ല, എന്തെന്നറിയത്തില്ല. പ്രത്യേകിച്ച് ഈ നെവിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അവൻ എല്ലാരെയും നോമിനേറ്റ് ചെയ്യാം. പക്ഷെ അവനെ ആരെങ്കിലും ഇവൻ ചെന്ന് പിന്നെ കൺഫഷൻ റൂമിൽ ചെന്ന് സാബുമാനെ നോമിനേറ്റ് ചെയ്തു. അവനപ്പോ ഒരു കുരുവില്ല. സാബുമാൻ തിരിച്ച് നോമിനേറ്റ് ചെയ്തപ്പോൾ അവനെ കണ്ടുകൂടാ. അതുപോലെ തന്നെ അനുമോള് നോമിനേറ്റ് ചെയ്തതും അവന് കണ്ടുകൂടാ. അതിന്റെ പ്രതികാരം എന്നോണം ഇവരുടെ ടാസ്ക് കുളമാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, അവരാണ് ആദ്യം കഴുകാൻ വേണ്ടി പോയത്. അതിന്റെ ഇടയിൽ ചെന്ന് കയറുകയും മനഃപൂർവ്വം ചെന്ന് കയറുകയും അവിടെ എന്ത് ചെയ്തു, വെള്ളമൊക്കെ അവരുടെ ദേഹത്ത് കുടഞ്ഞിടുകയും പിന്നെ അവരെ പ്രകോപിപ്പിക്കുകയും അവിടെ മാറില്ല എന്ന് ശാഠ്യം പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവസാനം പിടിവലിയായി തറയെ വീഴുന്നു. അതിനുശേഷം സാബുമാന്റെ ഇന്നൊരു പ്രകോപനം നമുക്ക് കാണാൻ സാധിച്ചു. സാബുമാൻ നല്ല ദേഷ്യം വന്നു. സാബു പറഞ്ഞാൽ നീ എന്റെ അടുത്ത് കൂടുതൽ കളിഞ്ഞാൽ ഇടിച്ച് കയറ്റി തരും, ഞാൻ സത്യമായിട്ട് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ വന്നു. അവിടെ വെച്ച് കുറെ തഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ബിഗ് ബോസ് മനസ്സിലാക്കി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവര് 3 പേരും എന്ത് ചെയ്യില്ല, ഈ പിടി വിടത്തില്ല എന്ന് മനസ്സിലായി. അതിന് കാരണം മറ്റൊന്നുണ്ട്. അതായത് ഇന്നത്തെ നോമിനേഷനിൽ ഈ പറയുന്ന സാബുമാൻ, അനുമോള്, നമ്മളെ അനീഷ് ഈ 3 പേര് രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ ആരാവും അവർക്കൊരു നോമിനേഷൻ ഫ്രീ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ആര്യൻ ഈ ഒരു ക്യാപ്റ്റൻ ആകണം എന്നുള്ള വാശിയിലായിരുന്നു. അവസാനം പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹനശക്തിയെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 2 പേരും ഇത് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ആര് കൈ താക്കുന്നു അവർ ഔട്ടാകും എന്ന് പറയുന്നു. അങ്ങനെ ആദ്യം ഔട്ടാകുന്ന അനുമോളാണ്. അനുമോളെ ഔട്ടാക്കിയത് കൈ മടക്കി അല്ലെങ്കിൽ കൈ താത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഔട്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ 3 പേരും കൈ അനക്കിയിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി തുടക്കം കൈ മടക്കിയത് എനിക്ക് തോന്നുന്നത് അനുമോളായിരിക്കും. അതുകൊണ്ട് അതൊരു അൺഫെയർ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അനുമോള് 1-2 തവണ ഇത് ആര്യനെയും ഈ പറയുന്ന സാബുവിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ എത്തി നോക്കി വരിക നല്ല രീതിയിൽ കൈ മടങ്ങിയായിരുന്നു. അതിന് എക്സ്ക്യൂസ് കിട്ടിയെങ്കിലും പിന്നെയും ഇടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ആര്യന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആര്യനും കുറെ പ്രാവശ്യം അങ്ങോട്ട് എടുത്തെടുക്കും, ചെറിയ കൈ അനക്കൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ ആര്യൻ എപ്പോഴും അനുമോളെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കണം, നീ കൈ പൊക്കിപ്പിടി അവളെ ആ കൂടി ഇത്രേ പൊക്കേ ഉള്ളൂ, അവളെ പിന്നെ ഇങ്ങനെ പൊക്കി പിടിക്കണോ, അത്ര നിനക്ക് പൊക്കമുള്ളതും നിന്റെ കുഴപ്പമല്ല എന്നുള്ളതും ഇവിടെ പിന്നെ നമുക്ക് പ്രത്യേകം എടുത്തു. അതുപോലെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് ഒന്നും ആര്യനെ അങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. ടാസ്ക് ഉൾപ്പെടെ ഇന്നത്തെ ടാസ്കിൽ ഈ പറയുന്ന ആര്യൻ ജയിക്കണം എന്നുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ ടാസ്ക് അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അങ്ങനത്തെ ടാസ്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ടാസ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം അല്ലെങ്കിൽ ആര് വേണം ജയിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആര്യൻ എന്നൊരു ഫേവററ്റിസം ഇന്ന് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആര്യന് സുഖമായിട്ട് ഈ ഒരു നോമിനേഷൻ സർവൈവ് ചെയ്യുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അങ്ങനെ ഒരു ഫേവററ്റിസം ചെയ്യാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പം എങ്ങനെ എന്ത് ചെയ്തു, കൈ പൊക്കി പിടിക്കുന്നു, ആദ്യം അനുമോൾ ഔട്ടാകുന്നു, അതിനുശേഷം ആര്യൻ കുറെ തരികിടൽ കാണിക്കുന്നുണ്ട്. ആര്യൻ സത്യം പറഞ്ഞാൽ ആദ്യം ഔട്ടാവാനുള്ളത് ആര്യനാണ്. ഈ അനുമോൾ ഔട്ടാവുന്നതിന് മുമ്പ് ആദ്യം ഔട്ടാവുള്ള ആര്യനാണ്. കാരണം ഒരൊറ്റ കൈ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ പല പ്രാവശ്യം എന്ത് ചെയ്തു, ആ മറ്റേ കൈ കൊണ്ട് പിടിക്കുന്നു. അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നമ്മൾ ഈ കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമ്മൾ കുറെ നേരം ഇങ്ങനെ നിർത്തിയിട്ടേ ഇങ്ങനെ സ്ട്രെയിറ്റാ നിർത്തിയിട്ട് നമ്മൾ ഈ കൈ വെച്ച് അതിലൊരു താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര സ്ട്രെയിൻ ഫ്രീ ആവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. അപ്പൊ അവൻ അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്തപ്പോഴൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ
അവൻ വീണ്ടും ഉപയോഗിച്ചപ്പോൾ ആദ്യം അവിടെ ഔട്ടാവാൻ നടന്ന ആര്യൻ. പിന്നെ ആര്യൻ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരു കാര്യമുണ്ട്, കാരണം എല്ലാവരും മറ്റു രണ്ടുപേരും വലത്തെ കൈയാണ് യൂസ് ചെയ്തത്, ആര്യൻ ഇടത്തെ കൈയാണ് യൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നു, ആർക്കില്ലായിരുന്നു, ആര്യനില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സാബുമാന് അത് പിന്നെ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഡിസർവിങ് ആണോ വെച്ചാൽ ഉറപ്പാണ് ഡിസർവ്. സാബുമാൻ ഒരൊറ്റ നിപ്പാണ് കേട്ടോ, ഇങ്ങനെ തന്നെ ഒറ്റ നിപ്പ്, ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആയി, അത് ആരാലും ആയിപ്പോവും, പക്ഷെ ഒറ്റ നിൽപ്പിൽ അവൻ അങ്ങനെ നിന്നു. അവന്റെ ആ ഒരു സഹനശക്തി നമുക്ക് എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ സാബുമാൻ തന്നെയാണ് ക്യാപ്റ്റനായത്. അവിടെ ഒരു അൺഫെയർ നടന്നു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന നെവിൻ, പിന്നീട് നെവിനും അക്ബറും ഈ രണ്ടുപേരും അവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ട്. കാരണം അവർക്കിപ്പോ എന്തായാലും സാബുമാൻ ജയിക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം ഈ സാബുമാൻ എന്ത് ചെയ്തു, സാബുമാൻ നോമിനേറ്റ് ചെയ്തു, സാബുമാൻ ഓപ്പൺ നോമിനേഷനാണ് കിട്ടിയത്. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെ നെവിനെയായിരുന്നു. അതിന്റെ ചുരക്കാണ് അവർ തീർത്തത് രണ്ടുപേരും. അതായത് ആര്യന് വേണ്ടി പൊട്ടിക്കരയുന്ന അക്ബറിനെയും നെവിനെയും കണ്ടു. ലാസ്റ്റ് ഈ പൊട്ടിക്കരച്ചിലും പിന്നെ മോങ്ങലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദില സ്റ്റേൺ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ ലക്ഷ്മി പറയുന്നുണ്ട് എന്തെന്ന്, യു ആർ എ ലൂസ്. ലക്ഷ്മി എന്തോന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയ പിരിയളയോലേക്ക് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തോ ആവശ്യമില്ലാത്തതിന് ഓവറായിട്ട്, ചെറിയ കാര്യമായിരിക്കാം, അതിനെ ഓവറായിട്ട് കത്തിച്ച് കണ്ടന്റിന് വേണ്ടിയിട്ട് ഓവറായിട്ട് കാണിക്കും പോലെ എനിക്ക് തോന്നുന്നു. അത് ഒരാഴ്ച കൊണ്ട് ഈ പറയുന്ന ലക്ഷ്മിയിൽ നിന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായി, എന്തെങ്കിലും ചെറിയ കാര്യം, വലിയ റെലവന്റ് ആയിട്ടുള്ള കാര്യം, പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് പിന്നെ ആളിക്കത്തിക്കും പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ എടുത്തു പറയാനുള്ളത്, ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഹിറ്റ്ലർ ആങ്ങളെയും പിന്നെ അവരുടെ സഹോദരിമാരും തമ്മിലുള്ള ഒരു പിണക്കമാണ്. ഇതിനകത്ത് ഇപ്പോഴാണ് എനിക്ക് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഈ ആദില എനിക്ക് തോന്നുന്നു വോട്ട് ഈ നോമിനേഷൻ ചെയ്തതിന് ശേഷം വന്നിട്ട് പിന്നീട് നമ്മുടെ ഇവന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, അതായത് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, ഞാൻ ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഓപ്പൺ നോമിനേഷൻ വന്നപ്പോൾ അനുമോൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ആര്യനെ വോട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഷാനവാസാണ് അല്ലാതെ വോട്ട് ചെയ്തപ്പോൾ ഷാനവാസും ആര്യനും മാത്രമേ വോട്ടിട്ടിട്ടുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് അവൾ കള്ളം പറഞ്ഞതാണ് എന്ന് വെച്ച് തുടങ്ങിയ ഒരു സംഭവമാണത്. അതുമല്ല ഇവിടെ ഈ പറയുന്ന ഷാനവാസിനും ഈ ഒരു സ്വഭാവമുണ്ട്. തന്റെ കൂടെ നിൽക്കുന്നവർ തനിക്ക് എതിരായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷാനവാസിന് പിടിക്കില്ല. പക്ഷെ ഷാനവാസ് അനീഷിന് വോട്ട് ചെയ്യും. അനീഷിന്റെ മറ്റൊരു കള്ളം ഇന്ന് പിടിക്കപ്പെട്ടു. ഇന്നലെ ഈ പറയുന്ന ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് ആരെ രക്ഷിക്കണമെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഷാനവാസിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ അതേ നാഗോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ നിങ്ങളല്ലേ നോമിനേറ്റ് ചെയ്തത്? അല്ല, നോമിനേറ്റ് ചെയ്തത് അങ്ങനെയാണ്, പക്ഷെ എങ്കിലും എനിക്ക് രക്ഷിക്കാനുള്ളത് ഈ പറയുന്ന ഷാനവാസിനെ എന്ന് പറഞ്ഞ അനീഷ് ഇന്നായപ്പോ വീണ്ടും തകടം പറഞ്ഞ് വീണ്ടും ഈ പറയുന്ന ഷാനവാസിനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഇന്ന് ഈ ഷാനവാസിന്റെ നോമിനേഷൻ ചെയ്ത എന്ത് കാരണങ്ങളിലാണ് ഷാനവാസിന് നോമിനേഷൻ കിട്ടിയത് എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അതിനകത്ത് മെയിൽ സോവിനിസം എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ അത് ആദിലെ നൂറയാണ് പറഞ്ഞതെന്ന് അപ്പൊ തന്നെ ഈ പറയുന്ന ഷാനവാസിന് പിടികിട്ടുന്നു. അത് കറക്റ്റ് ആയിരുന്നു, ഷാനവാസ് ഊഹിച്ചെടുത്തത് കറക്റ്റ് ആണ്. കാരണം ആദില പിന്നിൽ നിന്ന് കുത്തുന്നത് ആദ്യമായിട്ടല്ല, ആദിലയുടെ കൂടെ ആരെയൊക്കെ നിന്നിട്ടുണ്ട്, ആദില പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അത് മറ്റൊരു കേസ്. അത് ആദ്യം അനുമോളെ കുത്തിയിട്ടുണ്ട്, ഇപ്പൊ ഷാനവാസിനെ രണ്ടാമത്തെ തവണയാണ് കുത്തുന്നത്. പക്ഷെ ഷാനവാസ് ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുമ്പോൾ ഷാനവാസ് അതിനെയൊക്കെ വളരെ വൈകാരികമായിട്ട് എടുക്കുകയും അതിനുവേണ്ടി പിന്നെ പുള്ളി പറയുന്നതൊന്നും പുള്ളിയുടെ കൺട്രോൾ ചെയ്യില്ല, പുള്ളി ഒരു ഭയങ്കര ശത്രുവായിട്ട് കാണും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പെങ്ങളെയും ആങ്ങളെയും പെങ്ങളമാരും ആങ്ങളെയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, ഇനി അവർ തമ്മിൽ ഒരു രമ്യതയിൽ എത്താൻ വേണ്ടി വലിയ ടൈറ്റ് ആയിരിക്കും. അനുമോൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരാവശ്യമില്ല അനുമോൾ ഇതിന്റെ അകത്ത് പോയി തലയിടാതിരിക്കുന്നതാണ് അനുമോൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഷാനവാസ് അതിന് എന്ത് ചെയ്യുന്നു, സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ പോകുന്നു. ഇനി അടുത്ത ഇവിടെ ഉള്ള ത്രിമൂർത്തികളായിട്ട് ഉള്ളത് ഈ ആദില, നൂറ ആൻഡ് അനുമോളാണ്. അവർ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവരുടെ കുറ്റങ്ങൾ, അവർ ഫ്രണ്ട്സ് ആണെങ്കിലും അവരവരുടെ പോരായ്മകളും കുറ്റങ്ങളൊക്കെ അവർ എടുത്തു പറയുകയും നോമിനേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടായില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് പിന്നെ ലാഭവും നഷ്ടം. ലാഭമാണോ നഷ്ടമാണോ പിന്നെയും നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഈ പറയുന്നതാണ് നമ്മുടെ സാബുമോൻ വന്ന് ടീമുകളൊക്കെ ഡിവൈഡ് ചെയ്തു. ടീമുകൾ ഡിവൈഡ് ചെയ്യുമ്പോഴും എനിക്ക് സാബുമോന്റെ അടുത്ത് ഒരു എതിരഭിപ്രായമുണ്ട്. അതായത് കിച്ചന്റെ ടീം എടുക്കുന്ന സമയത്ത് അനുമോളെയും പിന്നെ നെവിനെയുമാണ് എടുത്തത്. അപ്പം അനുമോളെ ക്യാപ്റ്റനാക്കാൻ പോയപ്പോൾ നെവിൽ വാശി പിടിക്കുന്നു, അവളെ ക്യാപ്റ്റൻ ആവണമെങ്കിൽ ഞാൻ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നെവിൻ പെരുത്ത് തീപ്പന്നിയെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയായി എങ്ങനെ തീറ്റി മാത്രമേ ഉള്ളൂ.
തീറ്റി മാത്രമേ ഉള്ളൂ. ആ അനുമോൾ പറയും പോലെ ട്രൗസർ ഇട്ട് ജഡ്ഡി ഇല്ലാതെ അവിടെ കിടക്കും, എല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് കിടപ്പാണ് അവരുടെ പണി എന്നാ പറയുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞിട്ട് ഞാനും എന്തോ പറയുന്നത്, എന്തോ ഉണ്ട് കേട്ടോ, എന്തോ ഈ പറയുന്ന പുറത്തു പറയാൻ പറ്റാത്ത എന്തോ യവനും കണ്ടു കാണും, അതായിരിക്കും യവ അങ്ങനെ പറയും, ഞാൻ അത് അവിടെ നാറ്റിക്കും എന്നുള്ളത് എന്തോ ആണ്. അപ്പൊ അതൊക്കെ അനുമോൾ പറയുന്നത് പറയല്ലേ എന്ന് പറഞ്ഞ് അത് സോൾവ് ആക്കി വിടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന നെവിൻ നല്ല രീതിയിൽ തിന്ന് പെരുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ക്യാപ്റ്റൻസി ആ സമയത്ത് ക്യാപ്റ്റൻ അനുമോളെ ആക്കുന്നെങ്കിൽ അവൻ അവിടെ നിന്ന് പോയി. ഞാനെങ്കിൽ ഈ കിച്ചൺ ടീമിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ പിണങ്ങിപ്പോയി. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. സാവുമൻ പിടിച്ച് നീ ഇവിടെ നിന്നാൽ മതി, നീ അവളെ കീഴിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറയണം. പക്ഷെ അവിടെ ഒരു ചെറിയ ഒരു എന്താണ്, അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ സാവുമൻ ഇപ്പോൾ ഇത്ര ഫയറായി വരുന്നുണ്ട്. ഇന്ന് സാവുമന്റെ ഒരു അഗ്രഷൻ നമ്മൾ കണ്ടു. അവ സാവുമൻ വിചാരിച്ചു കഴിഞ്ഞ സാവുമന് കിട്ടുന്ന ടാസ്ക് എല്ലാം സാവുമൻ അടിപൊളിയായിട്ട് നിറവേറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാം. ഇപ്പം കൊടുത്ത ഒരു 3-4 ടാസ്കിലെല്ലാം സാവുമന് കൊടുത്തെല്ലാം സാവുമന് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ നമുക്ക് വീണ്ടും കാണാം. അതുമല്ല നാളത്തെ ഈ പറയുന്ന പ്രമോ വന്നിട്ട് നാളെ എന്തായിരുന്നു, അയ്യോ മറന്നു, നമ്മുടെ മേളിൽ നിന്ന് ഇങ്ങനെ ബോളുകളൊക്കെ ഉരുണ്ട് വരും. ആ ബോളുകളൊക്കെ കളക്ട് ചെയ്യണം. ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്. അതുമല്ല അതിനകത്ത് ചില ബോളുകൾ സ്വർണ്ണ കളർ, കഴിഞ്ഞ അങ്ങനത്തെ പ്രാവശ്യം സ്വർണ്ണ കളറുള്ള ബോളുകൾ, ആ ബോൾ കിട്ടിയ പ്രത്യേക എന്തോ പോയിന്റുകൾ കൂടെ, അങ്ങനെയൊക്കെയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ നാളെ എന്തായാലും വീക്ക്ലി ടാസ്ക് തുടങ്ങിയാണ്, പറക്കും തളിക അങ്ങനെ എന്താണ് അതിന്റെ ആ പേര്. എന്തായാലും നാളെയും രസമായിട്ട് ഇപ്പൊ ഇത്തിരി 1-2 ദിവസം കൊണ്ട് ഇത്തിരി രസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാറുള്ള സബ്സ്ക്രൈബ് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.